ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ഓണറേറിയം 15,000 രൂപയായി ഉയർത്തണമെന്ന് ആവശ്യം DPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ. പിണറായി സർക്കാരിന്റേത് ദുർഭരണമെന്ന് RSP, പ്രതിഷേധ സൂചകമായി കലക്ട്രേറ്റ് പടിക്കൽ കൂട്ടായ്മ. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. പ്രതിഷേധം ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചു എന്ന കാരണത്താൽ. മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു എന്ന് PMA സലാം. ജില്ലയിൽ എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം. വിവാദ അഭിമുഖത്തിൽ പ്രതികരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചിട്ടില്ലെന്നും മന്ത്രി. കാറുകൾ ഓടിക്കൊണ്ടിരിക്കെ കത്തുന്നത് പതിവാകുന്നു. ഈ ആഴ്ച കാറ് കത്തിയതും നഗരഹൃദയത്തിൽ തന്നെ. കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കും എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അഴിയാക്കുരുക്കഴിക്കാൻ മേലെ ചൊവ്വയിൽ ഫ്ളൈ ഓവർ നിർമ്മാണത്തിനും തുടക്കം. ADGP RSS നേതാവ് കൂടിക്കാഴ്ച എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. സംവരണം നിയമം മൂലം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച്. കിംസിന്റെ സേവനം ഇനി കണ്ണൂരിലും. ലക്ഷ്യം കുറഞ്ഞ ചിലവിൽ എല്ലാവിധ അത്യാധുനിക ചികിത്സയും ലഭ്യമാക്കുക. വീണ്ടും പ്ലാസ്റ്റിക് പിടികൂടിയത് കണ്ണൂർ സിറ്റിയിൽ നിന്നും. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ വൻ ശേഖരം. നോക്കാം വിശദമായ വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ DPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങൾ ശേഖരിക്കണം. കേരളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ നാട്ടിനകത്തുള്ള മനുഷ്യരെടുത്താൽ ഷുഗറില്ലാതെ മനുഷ്യരില്ല. ഇപ്പോൾ കേരളത്തിനകത്ത് ഷുഗർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നമ്മുടെ ജീവിതശൈലിക്കകത്ത് വലിയ മാറ്റം വന്നു. പ്രഷർ രോഗികളുടെ എണ്ണം കേരളത്തിനകത്ത് പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് പഠനം നടത്തണം. ആശാ വർക്കർമാർക്ക് തർക്കമില്ല. അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകളുടെ എണ്ണത്തിനകത്ത് കുറവ് വരികയാണ്. കൊളസ്ട്രോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഷുഗർ കൂടുന്നു, പ്രഷർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു. അതുപോലുള്ള നിരവധി ജീവിതശൈലി രോഗങ്ങൾ മലയാളിയെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്തേണ്ടുന്നത്, വ്യക്തമായ ഒരു സർവേ നടത്തേണ്ടുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യന്താപേക്ഷിതമാണ്. ഓണറ്റേറിയം 15,000 രൂപയാക്കുക, പെൻഷൻ പ്രായം 65 വയസ്സാക്കുക, പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും 5,000 രൂപ പെൻഷനും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ജില്ലാ പ്രസിഡന്റ് N ശ്രീജ അധ്യക്ഷത വഹിച്ചു. രജനി മോഹനൻ, P പ്രീത, ബീന കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ RSP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് പടിക്കൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക കൂട്ടായ്മയിലായാലും സാക്ഷരതയിലായാലും ഏത് രംഗത്തായാലും അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന കേരള സമൂഹം, ആ കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സീസറിനെ മാത്രമല്ല, സീസറിൻ്റെ ഭാര്യ പോലും വിശുദ്ധിയായിരിക്കുമെന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കരിനിഴലിലാണ്, ആരോപണങ്ങളുടെ പിന്നിലാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഗൂഢമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന വസ്തുത നാം തിരിച്ചറിയണം. ജില്ലാ സെക്രട്ടറി V മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ P തോമസ്, V ഷാജി, രത്നകുമാർ വൈദ്യർ, P രത്നമണി, KNP നാസർ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച സംഘി മുഖ്യം പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി പ്രയോഗം. ഇവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. മുന്നറിയിപ്പില്ലാതെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കല്യാശ്ശേരിയിലുള്ള ഒരു പരിപാടി കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് വേണ്ടി പോകുന്ന വഴി കണ്ണൂർ ടൗണിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിയപ്പോൾ വഴിയരികിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഉടൻ പൈലറ്റ് വാഹനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും കസ്റ്റഡിയെടുത്ത് മാറ്റുകയായിരുന്നു. ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. മലപ്പുറത്ത് നിന്നും പിടിച്ചെടുത്ത പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രി ഈ തുക രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് കേരളത്തിലെത്തുന്നതെന്ന് പറഞ്ഞിരുന്നു. 123 കോടി രൂപ വില വരുന്ന ഹവാല പണവും 150 കിലോ സ്വർണവും കേരള പോലീസ് കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്.
മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചുവെന്ന് PMA സലാം. മലപ്പുറം ജില്ലയിൽ എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങളിൽ നിന്നും മകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും RSSനെയും BJPയെയും പ്രീണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടേത് തറ നിലവാരമാണെന്നും PMA സലാം കുറ്റപ്പെടുത്തി. ഹവാല പണം പിടിക്കപ്പെട്ടു. ഈ പണവും സ്വർണവും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഇതാരാ പറയുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളല്ലേ തെളിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറയണം, ഈ 5 കൊല്ലത്തിനടുക്ക് എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, എത്ര പേരെ പിടിച്ചിട്ടുണ്ട്, എത്ര പേരെ വിചാരണ കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്, ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് 5 കൊല്ലത്തിന് ഇത്ര എണ്ണം ഉണ്ടായി. എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് മുന്നിൽ വെക്കാണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത്. അത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ പിടിക്കപ്പെട്ടതിൽ ഏറെ കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ സ്വർണം കടത്തുന്നവരെ തട്ടിക്കൊണ്ടു പോകുന്നത്, സ്വർണം വെട്ടിപ്പ് നടത്തുന്നത്. ഒരുപാട് തെളിവുകളും പ്രതികളും അതിൽ നമുക്ക് കിട്ടിയില്ലേ? അതിന് മലപ്പുറം ജില്ലയുടെ നിലയിലിടുക മാത്രമല്ല, നമ്മുടെ മുമ്പിലൊക്കെ പരസ്യമായ ഒരു തെളിവുണ്ടല്ലോ. തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കൊണ്ടുവന്നത് പരസ്യമായി പിടിക്കപ്പെട്ടതില്ലേ? നിങ്ങളൊക്കെ അല്ലേ റിപ്പോർട്ട് ചെയ്തത്? എത്ര ദിവസം റിപ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നു? ആ സ്വർണം പിടിച്ചത് എവിടെ പോയി? അതിലെ പ്രതികൾ ആരൊക്കെയാണ്? പ്രതികളെ പിടിച്ചോ? കോടതിയിൽ ഹാജരാക്കിയോ? തിരുവനന്തപുരം എയർപോർട്ടിൽ എത്രയാണ് ഗവൺമെന്റിനെ, സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കടത്തിയത് കസ്റ്റംസ് പിടിച്ചതല്ലേ? അതിലെ പ്രതികൾ ആരൊക്കെയാ? എന്നിട്ട് അവരാണ് പറയുന്നത് ഇത്ര ഉണ്ടായി. ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരാളുടെ പേരിലെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ? വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടിവിയിൽ തുടങ്ങിയ ബന്ധം. റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടിയൊരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി, കേരളാസ് ഫസ്റ്റ് ചോയ്സ്.
പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖത്തിൽ പ്രതികരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ PR ഏജൻസിയുടെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചിട്ടില്ലെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. ഒരു അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അല്ല, അത് വ്യക്തമായി കഴിഞ്ഞ കാര്യമില്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമില്ലേ. PR ഏജൻസിന്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ പ്രസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യം, പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സമയക്കുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം പെൻഡിംഗ് ആണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ അതിലിപ്പോ നമ്മൾ അല്ല, അതല്ല ഞാൻ പറയുന്നത്. അതിന്റെ മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഈ നേരത്ത് എന്തായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച? മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു. അതൊരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കലാണ്. ഇതായിരുന്നു ഇന്നലെ ഇറങ്ങിയ റീല്. ഇന്നലത്തെ CD അതായിരുന്നു. അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണർ പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം. അപ്പോ മലപ്പുറം ജില്ല രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലെ ചൂണ്ടിക്കാട്ടി. ഞാൻ ആവർത്തിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അതിന്റെ ഭാഗമായി BJP RSS കേന്ദ്രങ്ങളിൽ വലിയ അറ്റാക്ക് സഖാവ് പിണറായി വിജയൻ നേരിട്ടു. സഖാവിന്റെ തലക്ക് വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബോധപൂർവം എന്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറയാത്ത കാര്യം കൊടുത്തു എന്ന് പറയുന്നു. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. നിങ്ങൾ എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി. ADGP MR അജിത് കുമാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 4 മണിക്കൂർ ADGP വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനു മുൻപും RSS നേതാക്കളുമായും ADGP കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ
ഒരു സ്വകാര്യ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റുപറഞ്ഞത്. നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യമല്ല. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇത് നടക്കാറുണ്ട്. ഈ യെല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണം കള്ളക്കടത്താറുണ്ട്. അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ. അത് നിയന്ത്രിക്കാതെ ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. ആ പത്രസമ്മേളനം നടത്തിയ അതേ കാര്യമാണ് ഈ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലുമുള്ളത്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തലാണോ ADGPയുടെ ജോലിയെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. BJPക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച PR ഏജൻസി തന്നെയാണ് മുഖ്യമന്ത്രിക്കായും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോവിഡിന് ശേഷം PR ഏജൻസി മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. അന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ PR ഏജൻസി പറഞ്ഞിട്ടാണ്. നവകേരള സദസ്സും PR പരിപാടിയായിരുന്നുവെങ്കിലും അത് പൊളിഞ്ഞുവെന്നും ചെന്നിത്തല പറഞ്ഞു. മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹം ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയണം. ഉടഞ്ഞ വിഗ്രഹമാണ് മുഖ്യമന്ത്രി. അതിനെ നന്നാക്കാൻ PR ഏജൻസിയെ കൊണ്ട് കഴിയില്ല. നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പാഴ്വേലയാണ് മുഖ്യമന്ത്രി നടത്തുന്നത് എന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള പാലമാണ് ADGP എന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മട്ടന്നൂർ നഗര റോഡ് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കണ്ണൂർ മേലേച്ചുവ ഫ്ളൈ ഓവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ നഗര റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എത്തിയിരിക്കുകയാണ്. മേലേച്ചുവ ഫ്ളൈ ഓവർ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുമെന്ന് മന്ത്രി അറിയിച്ചു. മേലേച്ചുവ മട്ടന്നൂർ വിമാനത്താവള റോഡ് ദേശീയപാത നിലവാരത്തിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ് മേലേച്ചുവ ഫ്ളൈ ഓവർ. കണ്ണൂർ തലശ്ശേരി റോഡിന്റെയും കണ്ണൂർ ഇരിട്ടി റോഡിന്റെയും സംഗമ സ്ഥലമായ മേലേച്ചുവ NH66 സംസ്ഥാന പാത, വിമാനത്താവള റോഡ് എന്നിവയെല്ലാം ചേരുന്ന സ്ഥലമാണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വാഹനപ്പെരുപ്പമുള്ള ജംഗ്ഷൻ കൂടിയാണിത്. കണ്ണൂർ നഗര വികസന പദ്ധതി LDF സർക്കാർ തയ്യാറാക്കുമ്പോൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേലേച്ചുവയിൽ അണ്ടർപാസ് എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നു പോകുന്നതിനാൽ അത് ഫ്ളൈ ഓവറാക്കി മാറ്റുകയായിരുന്നു. പദ്ധതിക്കായി 57.45 സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തത്. 15.43 കോടി രൂപ സ്ഥലമെടുപ്പിനായി ചെലവഴിച്ചു കഴിഞ്ഞു. 424.60 മീറ്റർ നീളമുള്ള ഫ്ളൈ ഓവറാണിത്. ഫ്ളൈ ഓവറിന്റെ വീതി 9 മീറ്ററാണ്. 24 മീറ്ററാണ് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള ആകെ വീതി. 44.71 കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്നും സാമ്പത്തിക അനുമതി ലഭിച്ചു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കേരള റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ദേശീയപാത വികസനം കണ്ണൂരിൽ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. കണ്ണൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായാലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഇതുവഴിയാണ്. എല്ലാ തരത്തിലും ഇത് നാടിന് ഉപയോഗപ്രദമാണ്. കണ്ണൂർ മണ്ഡലത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ ജംഗ്ഷൻ, ബൈപ്പാസ്, റോഡ് നവീകരണം ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ മേൽപ്പാലം ആലോചിക്കുന്നതായും മന്ത്രി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ, ഇരിട്ടി തുടങ്ങി അഞ്ചരക്കടങ്ങി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഒട്ടേറെ വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ്. NH66, സ്റ്റേറ്റ് ഹൈവേ, വിമാനത്താവള റോഡ് ഇതൊക്കെ ചേരുന്ന സ്ഥലമാണ്. ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം വാഹനപ്പെരുപ്പമുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ്. കണ്ണൂർ നഗരത്തിലെ നഗര റോഡ് വികസന പദ്ധതി LDF സർക്കാർ തയ്യാറാക്കുമ്പോൾ ബഹുമാന്യനായ നിങ്ങളുടെ MLA കൂടിയായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി തന്നെ മേലെ ചൊവ്വയിൽ ഒരു അണ്ടർപാസ് എന്നുള്ളത് മുന്നോട്ട് വെക്കുകയായിരുന്നു.
എന്നാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കടന്നു പോകുന്നതിനാൽ അത് ഫ്ലൈ ഓവറാക്കി മാറ്റുകയായി. പദ്ധതിക്കായി 57.45 സെൻറ്റ് ഭൂമിയാണ് ഏറ്റെടുത്തത്. 15 കോടി 43 ലക്ഷം രൂപ സ്ഥലമെടുപ്പിന് ചെലവഴിച്ചു. 424 മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവറാണ്. 424.6. ഫ്ലൈ ഓവറിൻ്റെ ആകെ വീതി 9 മീറ്ററാണ്. 24 മീറ്ററാണ് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ ആകെ വീതി. ഇങ്ങനെ 44 കോടി 71 ലക്ഷം രൂപക്കുള്ള സാമ്പത്തിക അനുമതി ഇപ്പോൾ കിഫ്ബി നൽകിയിട്ടുണ്ട്. ചൊവ്വ റൂറൽ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം മന്ത്രി അഭ്യർത്ഥിച്ചു. 748 കോടിയുടെ നഗര റോഡ് വികസന പദ്ധതിയിൽ 200 കോടി രൂപ നഷ്ടപരിഹാരത്തിനായി നീക്കിവച്ചിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ നഗരത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. RBDCK MD S സുഹാസ്, കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായ CM പത്മജ, പ്രകാശൻ പയ്യനാടൻ, കണ്ണൂർ മണ്ഡലം വികസന സമിതി കൺവീനർ N ചന്ദ്രൻ, RBDCK ഡെപ്യൂട്ടി GM AA അബ്ദുൾ സലാം, ADM K നവീൻ ബാബു, MK മുരളി, വെള്ളോറ രാജൻ, CM ഗോപിനാഥ്, അബ്ദുൽ കരീം ചേലേരി, KK ജയപ്രകാശ്, KA ഗംഗാധരൻ, PP ദിവാകരൻ, KP പ്രശാന്തൻ, ബിനിൽ ഹമീദ് ചങ്ങളായി, ഡോക്ടർ ജോസഫ് തോമസ്, രതീഷ് ചിറക്കൽ, TK രമേഷ് കുമാർ എന്നിവരും സംസാരിച്ചു. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. കാൽടെക്സിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ബിൽഡിംഗിന് മുന്നിലാണ് കാറിന് തീപിടിച്ചത്. വൈകുന്നേരം 4:30ഓടെയാണ് സംഭവം. ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല. നഗരത്തെ ഭീതിയിലാഴ്ത്തി വൈകുന്നേരത്തോടെയാണ് കാറിന് തീപിടിച്ചത്. കക്കാട് ഹിന്ദുസ്ഥാൻ ഓട്ടോമൊബൈലിന്റെ ഉടമ ജയചന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള മാരുതി 800 കാറാണ് കത്തി നശിച്ചത്. ഓടിക്കൊണ്ടിരിക്കെ ബോണറ്റിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് പുറത്തിറങ്ങിയതിനാൽ മറ്റ് അത്യാഹിതങ്ങൾ ഒന്നും സംഭവിച്ചില്ല. ഉടൻ തന്നെ ഫയർ സർവീസ് എത്തി തീയണച്ചു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. വൈകുന്നേരവും ആൾത്തിരക്കുള്ള സമയവുമായതിനാൽ തീപിടുത്തം ഏറെ പരിഭ്രാന്തി പരത്തി. കണ്ണൂരിൽ തന്നെ പലതവണയായി കാർ കത്തുന്നത് പതിവായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലുണ്ടായ അപകടം ആരും ഇതുവരെ മറന്നിട്ടില്ല. ഈ അടുത്ത സമയത്താണ് താണയിൽ ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തിയത്. ഇന്നത്തെ അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് കരുതുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSKTU സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്ന ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗം, അവരാണ് ഹൈന്ദവ സമൂഹത്തിൽ ഭൂരിഭാഗം. ഇവരെ മനുഷ്യരായി പരിഗണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ചാതുർവർണ്ണ വ്യവസ്ഥയിൽ. ഈ വ്യവസ്ഥ പ്രബലമായി നമ്മൾ രാജ്യമെന്ന് നൽകി. അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളാൽ ഈ ജനവിഭാഗം സാമൂഹ്യമായും സാമ്പത്തികമായും ഏറ്റവും പിന്നണിയിൽ പോകുന്ന ഒരു നിലയുണ്ട്. ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനോ മനുഷ്യരായി പരിഗണിക്കുന്നതിനോ സംരക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഉള്ള ഒരു ഇടപെടൽ ആദ്യകാലങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഭരണഘടനയിലടക്കം ഈ വിഷയം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ഈ ജനവിഭാഗത്തെ കൂടി ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തൂ, ഇന്ത്യയിൽ ജനാധിപത്യം പൂർണ്ണമാവൂ എന്ന കാഴ്ചപ്പാടായിരുന്നു ഭരണഘടനാ ശില്പികൾക്കും അന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. സംവരണം അട്ടിമറിക്കാതിരിക്കാനുള്ള നിയമം പാർലമെന്റ് പാസാക്കുക, ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക, സ്വകാര്യ മേഖലയിൽ സംവരണം നിയമമൂലം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. PP ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. A സുനിൽകുമാർ, VV റീത്ത, MO ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ സേവന രംഗത്ത് നൂതന സംവിധാനങ്ങളുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയായ കിംസ് ശ്രീചന്ദ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചതായി CEO ഫർഹാൻ യാസിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുറഞ്ഞ ചെലവിൽ എല്ലാവിധ ചികിത്സയും ലഭ്യമാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. റോബോട്ടിക് സർജറിക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അടുത്തയാഴ്ചയോടെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരംഭിക്കും. അതിനേക്കാളും കൂടെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ഹോസ്പിറ്റലിൽ രംഗത്ത് ലീഡിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഏതാണ്ട് 18ഓളം ആശുപത്രി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ അണ്ടറിലുണ്ട്.
ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു 500 മുതൽ 800 ബെഡുള്ള ഹോസ്പിറ്റൽസ് വരെ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോടുകൂടി ഞാൻ പറഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വിപുലമായ ഒരു സമ്മേളനത്തിൽ നമ്മളത് അനൗൺസ് ചെയ്യും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട നിങ്ങളെപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്ന കാര്യവും ഞാൻ എപ്പോഴും പാലിക്കുന്ന കാര്യം ഒന്നാണ്, ഒരു സ്വകാര്യ ആശുപത്രിയിൽ എപ്പോഴും സാധാരണക്കാരന് താങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേഴ്സണൽ നമ്പർ അടക്കം ഞാൻ എൻ്റെ അത് വെച്ചിട്ടുണ്ട്. നിങ്ങളും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരാളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലൊരു ട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള കുറേ CSR ആക്ടിവിറ്റീസ് ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് അവർക്ക് വേണ്ടിയുള്ള ഇളവുകൾ കൊടുക്കാനും അവർക്ക് വേണ്ടി ചികിത്സാ സംവിധാനം ഒരുക്കുവാനും നമ്മൾ തയ്യാറാണ്. അത് നേരിട്ട് ഞാൻ തന്നെ നോക്കി ചെയ്യുന്നൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫോൺ നമ്പർ തന്നെ ഈ പത്രക്കുറിപ്പിൽ വെച്ചിട്ടുണ്ട്. പണമില്ലാത്തതിനാൽ ഒരാളുടെ ചികിത്സ പോലും നിഷേധിക്കാൻ പാടില്ലെന്ന മൂല്യവും നിശ്ചയദാർഢ്യവും മുറുകെ പിടിച്ച് മുന്നേറുന്ന കിംസ് ശ്രീചന്ദ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാകാനുള്ള എല്ലാ സഹായ പദ്ധതികളും ലഭ്യമാക്കുമെന്ന് CMO പറഞ്ഞു. 350 കിടക്കകളുള്ള ആശുപത്രി വിപുലീകരിക്കുമെന്നും എല്ലാ വിഭാഗം ചികിത്സയും 24 മണിക്കൂറും ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരായ ദിൽഷാദ് രവീന്ദ്രൻ, മഹേഷ് ഭട്ട്, സതീഷ്, നാസർ, ജിൽജിത്ത്, ഫിനാൻഷ്യൽ ഓഫീസർ അർജുൻ വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ സിറ്റിയിൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ വൻ ശേഖരം പിടികൂടി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ സിറ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് മൊത്തവ്യാപാരിയുടെ ഗോഡൌണിൽ നിന്നും 250 കിലോ നിരോധിത ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത്. സിറ്റിയിലെ മുഹമ്മദ് ഷയാസിന്റെ ഉടമസ്ഥതയിലുള്ള TK ഏജൻസിയുടെ ഗോഡൌണിലാണ് ഉൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ പോലും രേഖപ്പെടുത്താത്ത പല വലിപ്പത്തിലുള്ള നിരോധിത ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത്. സിറ്റിയിലെ മുഹമ്മദ് ഷയാസിന്റെ ഉടമസ്ഥതയിലുള്ള TK ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നാണ് ഉൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ പോലും രേഖപ്പെടുത്താത്ത പല വലിപ്പത്തിലുള്ള നിരോധിത ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത്. വിൽപ്പന അനുമതിയുള്ള ബയോ ക്യാരി ബാഗുകൾക്കിടയിൽ അടുക്കി വെച്ച രീതിയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത്. കണ്ണൂർ മാർക്കറ്റിൽ സുലഭമായി നിരോധിത ക്യാരി ബാഗുകൾ ലഭ്യമാവുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ നഗരസഭ ഹെൽത്ത് വിഭാഗവുമായി ചേർന്ന് നഗരത്തിൽ വ്യാപകമായി പരിശോധന നടത്തിയത്. സ്ഥാപന ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടി സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം സ്ക്വാഡ് നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ, കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ് കുമാർ MP, സീമ V എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.